നിപ പ്രതിരോധ നടപടികളിൽ സർക്കാരിന് വിമർശനവുമായി പ്രതിപക്ഷം. ഏകോപനത്തിൽ വൻ വീഴ്ചയുണ്ടായെന്നും വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. സമ്പർക്കത്തിലുള്ളവരുമായി ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കാത്തതിന് കോഴിക്കോട് കളക്ടറേറ്റിലെ നിപ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് PM മുഹമ്മദ് റിയാസ് MLA പ്രതിഷേധിച്ചു. നിപ രോഗവ്യാപനം ഉണ്ടായിട്ടില്ലെന്നും വീണുകിട്ടിയ ആയുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ല എന്നുമായിരുന്നു മന്ത്രി K മുരളീധരന്റെ പ്രതികരണം. നിപ പ്രതിരോധം പാളിയെന്ന വിമർശനം ശക്തമാക്കുകയാണ് പ്രതിപക്ഷം. ഏകോപനങ്ങളിൽ വൻ വീഴ്ചയെന്നും വിഷയം സർക്കാർ ഗൌരവമായി കാണുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അത്യന്തം ശോചനീയമായൊരു നിലയാണ് ഇപ്പോൾ കാണുന്നത്. ഇതേവരെ ആരോഗ്യമന്ത്രി ഇവിടെ വന്നിട്ടില്ല, ഇടപെട്ടിട്ടില്ല. ഈ നിപയുടെ ഗൗരവ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതാണ്. അതനുസരിച്ചുള്ള ജാഗ്രതയോടെയുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യമന്ത്രി കോഴിക്കോട്ട് നേരിട്ടെത്തി ഏകോപിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ. ഇതിപ്പോൾ ഇവിടെ നിപ വൈറസ് ബാധയുള്ളത് റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അത് വളരെയേറെ ശ്രദ്ധേയമായിട്ട് കൈകാര്യം ചെയ്യണം. ആരോഗ്യവകുപ്പ് മന്ത്രി അവിടെ സന്ദർശിക്കണം. കണ്ടെയ്ൻമെന്റ് സോണിലുള്ളവരെ ഫോണിൽ വിളിച്ച് ആശ്വസിപ്പിക്കണമെന്നായിരുന്നു PM മുഹമ്മദ് റിയാസ് MLA ആവശ്യം. അതിന്റെ ആവശ്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചതോടെ നിപ കൺട്രോൾ റൂമിന് മുന്നിൽ കുത്തിയിരുന്ന് MLA പ്രതിഷേധിച്ചു. തുടർന്ന് PM മുഹമ്മദ് റിയാസ് കൺട്രോൾ റൂമിനുള്ളിൽ കയറി. എന്നാൽ ആരോഗ്യവകുപ്പിന്റെ തീരുമാനത്തിൽ മാറ്റമുണ്ടായില്ല. തുടർന്ന് റിയാസ് മടങ്ങി. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ എല്ലാ തവണയും കൺട്രോൾ റൂമിലിരുന്ന് ജനപ്രതിനിധികളൊക്കെ തന്നെ ആരോഗ്യവകുപ്പിനോടൊപ്പം കർശന നിർദ്ദേശങ്ങൾ പാലിച്ചു പോകണമെന്ന് പറയാനാണല്ലോ ജനപ്രതിനിധികൾ തയ്യാറാവുന്നത്. അതിനാണല്ലോ വരുന്നത്. അത് ഒരു 2 ഫോൺ വിളിക്കുന്നത് കേട്ടുകൊണ്ട് MLAക്ക് അതിൽ അഭിപ്രായം പറയരുത് എന്ന് നിലപാട് മോളിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? പ്രതിഷേധത്തിന് പിന്നാലെ മന്ത്രി AP അനിൽകുമാർ കളക്ടറേറ്റിലെത്തി. നിപ രോഗവ്യാപനം ഉണ്ടായിട്ടില്ലെന്നും വീണ് കിട്ടിയ ആയുധം പോലെ പ്രതിപക്ഷം പെരുമാറുന്നത് ശരിയല്ലെന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ പ്രതികരിച്ചു. വിവാദങ്ങൾക്കിടെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K മുരളീധരൻ നാളെ കോഴിക്കോട്ടെത്തും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.